ധർമ്മത്തിൻ്റെ മൂർത്തി, മര്യാദ പുരുഷോത്തമൻ എന്നൊക്കെയാണ് രാമനെ അറിയപ്പെടുന്നത്. ഒരു ഉത്തമ ഭരണാധികാരിക്ക് ഭരണം ഒരു തപസ്സാണ്, ഈശ്വരപൂജയാണ്, നാടിനോടുള്ള ആത്മസമർപ്പണമാണ്. രാമൻ്റെ ഭരണവും അങ്ങനെ ആയിരുന്നു എന്ന് പറയാം. എന്ന് പറയുമ്പോൾ അമ്മ ഒരു കഥ ഓർക്കുകയാണ്. ഭോജരാജാവിൻ്റെ സദസ്സിൽ കവിയരങ്ങ് നടക്കുകയാണ്. ഭോജരാജാവ് രാമന് തുല്യമാണെന്നും അദ്ദേഹത്തിൻ്റെ രാജ്യം രാമരാജ്യത്തിന് തുല്യമാണെന്നും തൻ്റെ കവിതയിലൂടെ ഒരു കവി പാടി കേൾപ്പിച്ചു. കവിത കേട്ട് കൊണ്ടിരുന്നവർ എല്ലാവരും കൈയടിച്ചു. എന്നാൽ ആ സമയം സദസ്സിലൂടെ പറന്ന കാക്ക കവിയുടെ തലയിൽ തന്നെ കാഷ്ടിച്ചു. കവി ഉടനെ വിഷമിച്ചു. ഈ ഭോജരാജാവ് കാക്കയെ വലയിട്ട് പിടിക്കാൻ ആജ്ഞാപിച്ചു. അപ്പോൾ കാക്ക സംസാരിക്കാൻ തുടങ്ങി. എങ്ങനെയെന്ന് വെച്ചാൽ, മഹാരാജൻ, എന്നെ വലയിട്ട് പിടിക്കേണ്ട ആവശ്യമില്ല. ഈ കവി കള്ളം പറഞ്ഞതിനാണ് ഞാൻ ഈ കവിയുടെ തലയിൽ കാട്ടിച്ചത്. അങ്ങ് രാമന് തുല്യമല്ല, അങ്ങയുടെ രാജ്യം രാമരാജ്യത്തിന് തുല്യമല്ല എന്ന് ഞാൻ തെളിയിച്ചു തരാമെന്ന് കാക്ക ഈ രാജാവിനോട് പറയുകയാണ്. അങ്ങയുടെ മന്ത്രിമാരെയും ഈ കവിയെയും കൂട്ടി ഞാൻ പറക്കുന്നതിൻ്റെ പുറകെ അവരെയും കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ രാജാവും മന്ത്രിയും കവിയും കൂടി കാക്കയെ അനുഗമിക്കാൻ തുടങ്ങി. കാക്ക പറന്ന് ഒരു ഗുഹയുടെ പ്രവേശ കവാടത്തിലെത്തി. കാക്ക ഗുഹയിലേക്ക് കിടന്ന് ഗുഹയിൽ കുറച്ച് മണ്ണിങ്ങനെ കൂട്ടിക്കിടക്കുകയാണ്. കാക്ക വന്ന കവിയോടും രാജാവിനോടും മന്ത്രിമാരോടും പറഞ്ഞ് ആ മണ്ണ് മാറ്റാൻ പറഞ്ഞു. കൊമ്പ് കിടക്കുന്ന മണ്ണ് നിങ്ങൾ നീക്കാൻ പറഞ്ഞു. അവർ നീക്കി. മണ്ണ് മാറ്റിയപ്പോൾ കണ്ടത് തിളങ്ങുന്ന ആയിരക്കണക്കിന് രത്നങ്ങളാണ്. വീണ്ടും കാക്ക പറഞ്ഞു, ഇത് രാമൻ്റെ കാലത്തെ രത്നങ്ങളാണ്. രാമൻ ഭരിച്ചിരുന്ന കാലത്ത് ഒരു വലിയ പണക്കാരനാണ്, അയാൾക്ക് മക്കളില്ലായിരുന്നു. അപ്പം അദ്ദേഹം പ്രാർത്ഥിച്ചു, എനിക്ക് മക്കളുണ്ടാകുകയാണെങ്കിൽ ഇത്ര രത്നങ്ങൾ രാമന് സമർപ്പിക്കാമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ധനിയന് കുട്ടിയുണ്ടായി. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്ത്, ഈ ധനിയൻ രത്നങ്ങളെല്ലാം കുടങ്ങളിൽ നിറച്ചിട്ട് രാമൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഇന്നലെ ഈ തക്ക കാരണമില്ലാതെ ഈ രത്നങ്ങൾ സ്വീകരിക്കാൻ രാമൻ കൂട്ടാക്കിയില്ല. തക്ക കാരണമില്ലല്ലോ, ഇവർ പ്രാർത്ഥിച്ചൊന്നും കൊണ്ടുകൊണ്ട് തന്നാൽ ശരിയല്ലല്ലോ എന്ന് വെച്ചിട്ട് ആ രത്നം സ്വീകരിച്ചില്ല. വേറൊരു കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ എനിക്ക് ഒരു കാര്യം സാധിച്ചതിന് വേണ്ടി തരുന്ന രീതിയിലാണ് അദ്ദേഹം കൊണ്ട് കൊടുക്കാൻ തയ്യാറായത്. അതുകൊണ്ടായിരിക്കാം രാമൻ അത് സ്വീകരിച്ചില്ല. രാമൻ പുള്ളി ദുഃഖിപ്പിച്ചയക്കേണ്ടെന്ന രീതിയിൽ എനിക്ക് ഈ രത്നങ്ങൾ നൽകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ രത്നങ്ങൾ ഈ നാട്ടിലെ ദാരിദ്ര്യമുള്ളവർക്ക്, ദരിദ്രന്മാർക്കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. എന്നാൽ രാമൻ്റെ രാജ്യത്തിൽ ദരിദ്രർ ആരും ഉണ്ടായിരുന്നില്ല. ഇത് നടന്ന എല്ലാ ഗ്രാമങ്ങളും പോയി നോക്കുക, ദരിദ്ര ആരെയും കണ്ടില്ല. ഈ ധനിയൻ വീണ്ടും ഈ ധനിയൻ രാമൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങ് പറഞ്ഞ പോലെ എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല. ഈ രാജ്യത്തിൽ ഞാൻ മൊത്തം നടന്നു, ദരിദ്ര ആരെയും കണ്ടില്ല എന്ന് ഈ ധനിയൻ രാമനോട് പറയുകയാണ്. അപ്പോൾ രാമൻ പറഞ്ഞു, ഈ രത്നങ്ങൾ ആഗ്രഹമുള്ളവർക്ക് ആർക്കെങ്കിലും നീ കൊണ്ട് കൊടുക്കൂ എന്ന് പറഞ്ഞു. വീണ്ടും ഈ രത്നവും കൊണ്ട് ധനിയൻ ഓരോരുത്തർ ചെല്ലുക. നിനക്ക് രത്നം ആവശ്യമുണ്ടോ? ഈ രത്നങ്ങളിൽ ഈ ധനിയൻ നീട്ടുകയാണ്. അപ്പോൾ അവർ തിരിച്ചു പറഞ്ഞ്, ഞങ്ങൾ അധ്വാനിക്കാതെ ഒരാടത്ത് ഒരെണ്ണം സ്വീകരിക്കുന്ന താല്പര്യമില്ല. ഞങ്ങളുടെ മനസ്സുകൊള്ളാം, പക്ഷെ ഞങ്ങൾക്ക് പ്രയത്നിക്കാതെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം എന്ന് ഓരോരുത്തരും തിരിച്ച് മറുപടി പറഞ്ഞു. അപ്പോൾ ധനിയന് വിഷമമായി. ശരി, ഇത് കൊട്ടാരത്തിലെടുക്കണ്ട, ഭാവിയിൽ അങ്ങനെ കഷ്ടപ്പെടുന്ന ആരെങ്കിലും ഏതെങ്കിലും കാലത്തുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായി തീരട്ടെ എന്ന് വിചാരിച്ചാണ് ഈ ഗുഹയ്ക്കകത്തുകൊണ്ട് കുഴിച്ചിട്ടതാണ് ഈ രത്നങ്ങൾ. ഈ വിവരണങ്ങളെല്ലാം കാക്ക മന്ത്രിയോടും രാജാവിനോടും കവിയോടും പറയുകയായിരുന്നു. അങ്ങനെ രാമരാജ്യത്തുള്ളവർ ആരും സ്വീകരിക്കാതെ കിടന്ന രത്നങ്ങളാണ് ഈ രത്നങ്ങൾ എന്നീ കാക്ക ഇവരോട് പറയുകയാണ്. എന്നിട്ട് കാക്ക രാജാവിനോട് പറഞ്ഞു, അങ്ങ് ഒരു കാര്യം ശ്രദ്ധിക്കൂ, മന്ത്രിമാരും
കവിയും എല്ലാം കൈകൾ ചുരുട്ടിപ്പിടിച്ചിരിക്കുകയാണല്ലോ. ആ മന്ത്രിയോടും കവികളോടും ആ കൈകൾ മലർത്തി പിടിക്കാനെന്ന് പറയും, തുറക്കാൻ പറയാൻ. പിന്നെ രാജാവ് കൽപ്പിച്ചു കവിയോടും മന്ത്രിമാരോടും, നിങ്ങൾ അടച്ച് പൂട്ടിയിരിക്കുന്ന കൈ ഒന്ന് തുറന്നേന്ന് പറഞ്ഞു രാജാവ്. അപ്പോൾ കൈകൾ തുറന്നപ്പോഴെന്താ, ഈ മന്ത്രിയുടെ കൈകളിലും രക്തങ്ങളിരിക്കുന്നു, ആ കവിയുടെ കയ്യിൽ രക്തങ്ങൾ. ആ കൂടിക്കിടന്ന മണ്ണ് മാറ്റിയ സമയത്തിനുള്ളിൽ തന്നെ അവർ കുറച്ച് രക്തങ്ങൾ കയ്യിലാക്കി. അതാണ് പൊട്ടിപ്പിടിച്ചിരുന്നത്. തുറന്നപ്പോൾ അവരുടെ കയ്യിൽ രക്തങ്ങളിരിക്കുക. ആ ചുരുങ്ങിയ സമയം കൊണ്ട് അത്രയും രക്തങ്ങൾ അവർ കൈക്കലാക്കി. ഇപ്പോൾ കാക്ക പറഞ്ഞു, മഹാരാജാവേ, ഇപ്പോൾ മനസ്സിലായില്ലേ അങ്ങയുടെ രാജ്യം രാമരാജ്യത്തിന് തുല്യമല്ലെന്ന്. കാരണം രാമരാജ്യത്തിൻ്റെ കാലത്ത് ദരിദ്രരുണ്ടായില്ല. രണ്ടാമത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കൊടുക്കാൻ പോയിട്ട് പോലും വാങ്ങിയില്ല, അധ്വാനിക്കത്ത വേണ്ടാന്ന്. നിങ്ങളുടെ രാജ്യത്തിലെ മന്ത്രികളും ഈ പറഞ്ഞ കവി പോലും ദുരാഗ്രഹിയും മോഷ്ടാക്കളുമായ അങ്ങയുടെ കൂടെ സഹകരിച്ചവർ പോലും. അപ്പോഴെങ്ങനെ രാമരാജ്യത്തിന് തുല്യമാവും നിങ്ങളുടെ രാജ്യം? ഏറ്റവും ഉത്തമമായ ഭരണത്തിൻ്റെ പര്യായമായി തീർന്നു രാമരാജ്യം എന്നത്.